എക്സലിൽ നമ്മളുടെ വേർഡിലെ പോലെ ഓരോ പേജ് ബൈ പേജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത് ഒരൊറ്റ ഷീറ്റായിട്ടാണ്. ഒരു പേജിൻ്റെ ബൗണ്ടറി എവിടെയാണെന്ന് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഡോട്ടഡ് ആയിട്ടുള്ള ലൈനാണ്. കണ്ടോ, എൽ എന്ന കോളത്തിന് ശേഷം ഈ ഡോട്ടഡ് ലൈൻ വന്നിട്ടുണ്ട്. അതായത് ഒരു പേജിൽ കൊള്ളുന്ന കോളം എന്ന് പറയുന്നത് എൽ വരെയാണ്. അതിനുശേഷം എം ഐ എൻ ഒ പി ക്യു എല്ലാം മറ്റൊരു പേജിലേക്കാണ് വരിക. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാ യുവിൻ്റെ അവിടെയാണ്. യു എന്ന കോളം വരെയാണ് അടുത്ത പേജിൽ കൊള്ളുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ എക്സലിൽ അത് പേജ് ബ്രേക്കാണ്. ഓരോ പേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഒരു A4 ഷീറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ദാ ഇവിടം വരെയാണ്, 47ാമത്തെ റോ വരെയാണ് ഒരു A4 ഷീറ്റിൻ്റെ ബൗണ്ടറി. ഈ കാണുന്ന ഡോട്ടഡ് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് വരെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്. എക്സലിൽ ഇത് ഫസ്റ്റ് പേജ് ആണെങ്കിൽ അതിന് താഴെയുള്ളതാണ് സെക്കൻഡ് പേജായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ മാറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് റൈറ്റിലേക്കാണ് പേജ് 2 ആയിട്ട് പോവുക. എക്സലിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് താഴെയാണ് പേജിന് നമ്പർ. പേജ് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ് അങ്ങനെ വരിക. അതിന് ശേഷമാണ് ഇപ്പുറത്തെ കോളത്തിൽ ഈ പേജ് ബ്രേക്കിൻ്റെ ഇപ്പുറത്തേക്ക് അതിൻ്റെ പേജ് കൗണ്ട് ചെയ്യുള്ളൂ. അതായത് ഇതിൽ നമുക്കിപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്നൊരു മെനു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ആ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ പേജസ് ആയിട്ട് കണ്ടോ, പേജ് 1, പേജ് 2 എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതിന് താഴേക്ക് മാറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പേജായിട്ടും ഇത് സെക്കൻഡ് പേജായിട്ടുമാണ് കൺസിഡർ ചെയ്യുക. അതിന് ശേഷമാണ് ഇത് തേർഡ് പേജായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. വ്യൂവിൽ നോർമൽ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഡാറ്റയെ കോപ്പി ചെയ്ത് ഇതിൻ്റെ പേജിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതാണ് അതിൻ്റെ ലെങ്ത്ത്. ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഇത് ഫസ്റ്റ് പേജായിട്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അതായത് എം എൻ തുടങ്ങിയ ഈ കോളങ്ങൾ സെക്കൻഡ് പേജായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് പേജ് ബ്രേക്ക് പ്രിവ്യൂ ഒന്ന് എടുത്തു നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വ്യൂവിൽ പോവുക. വ്യൂ എന്ന മെനുവിൽ പോയിട്ട് പേജ് ബ്രേക്ക് പ്രിവ്യൂ ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ കണ്ടോ, ഇത് ഫസ്റ്റ് പേജാണ്. അതിന് താഴെയാണ് സെക്കൻഡ് പേജ് വന്നിരിക്കുന്നത്. വീണ്ടും നേരത്തെ സെക്കൻഡ് പേജ് ആയത് തേർഡ് പേജായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ എക്സൽ ഇങ്ങനെ താഴെ ഉള്ള പേജുകളെയാണ് 1, 2, 3 എന്ന് സെലക്ട് ചെയ്യുന്നത് ഡീഫോൾട്ടായിട്ട്. അതിന് ശേഷമാണ് റൈറ്റ് സൈഡിലുള്ള പേജിനെ കൗണ്ട് ചെയ്യുന്നത്. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ നോക്കുന്നതെങ്കിൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ പ്രിൻ്റ് കൊടുത്തു. ഇനി എനിക്കിതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള MNOP ഈ ഒരു കോളമാണ് എനിക്ക് പ്രിൻ്റ് വരേണ്ടതെങ്കിൽ ആ പേജിൻ്റെ നമ്പർ എത്രയെന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തേർഡ് പേജാണ്. അപ്പോൾ ആദ്യത്തെ പേജ് പ്രിൻ്റ് കൊടുത്ത് പിന്നെ തേർഡ് പേജ് പ്രിൻ്റ് കൊടുത്താലാണ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ പേജ് ബ്രേക്ക് പ്രിവ്യൂ കൊണ്ടുള്ള ഗുണം. ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇത് ഫസ്റ്റ് പേജാണ്. ഇനി അടുത്തത് സെക്കൻഡ് പേജാണ്, തേർഡ് പേജാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.